സ്കൂൾ പ്രവേശന ദിവസമാണ് ഇന്ന്. പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു സുഖകരമല്ലാത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. അതിൽ ഒരു കുട്ടിക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ബിനോയ് ഉണ്ട്. ബിനോയ്, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി, ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത്. റാന്നി ഐത്തലയിൽ വെച്ചാണ് സ്കൂൾ ബസ് തൊട്ടടുത്തുള്ള ചെറിയൊരു കുഴിയിലേക്ക് മറിഞ്ഞ് ഒരു കുട്ടിക്കും ആ വാഹനത്തിലുണ്ടായിരുന്ന ആയിക്കും പരിക്കേറ്റിരിക്കുന്നത്. കുട്ടിയുടെ താടിയെല്ലിനാണ് പരിക്ക് പറ്റിയത്. കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആയിക്ക് കാര്യമായ പരിക്കില്ല. റോഡിന്റെ വശത്തായിട്ടുണ്ടായിരുന്ന ഒരു കല്ലിലേക്ക് ബസിന്റെ ആദ്യത്തെ മുൻപിലെ ചക്രം കയറുകയായിരുന്നു. ആ ചക്രം മറിഞ്ഞതിനെ തുടർന്ന് കല്ലിൽ നിന്ന് മറിഞ്ഞതിനെ തുടർന്നാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഈ വാഹനത്തിന്റെ മറ്റ് പേപ്പർ ഉൾപ്പെടെ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. കാരണം കൃത്യമായി ഈ വാഹനം പരിശോധന നടത്തിയോ അല്ലെങ്കിൽ ഈ വാഹനം ഓടിച്ചിരുന്ന ആളുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം പത്തനംതിട്ടയിൽ വ്യാപകമായി ഇത്തരത്തിൽ പരിശോധന നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില മേഖലകളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങൾ കാര്യമായി പരിശോധന നടത്തിയില്ല എന്ന് രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇങ്ങനെ പരിശോധിക്കുന്നത്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനിലയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, തൃപ്തികരമാണ്. കാരണം താടിയെല്ലിന് നേരിയ തോതിൽ ഒരു പൊട്ടലുള്ളത് കൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എബി, തീർച്ചയായും പത്തനംതിട്ടയിലാണ് വാഹനാപകടം ഉണ്ടായത്. സ്കൂൾ ബസ് മറിഞ്ഞത്. ഒരു കുട്ടിക്കും വണ്ടിയിലുണ്ടായിരുന്ന ആയിക്കും പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയുടെ താടിയെല്ലിന് ചെറിയ പൊട്ടലുണ്ട്. കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനോയ്, പത്തനംതിട്ടയിൽ നിന്ന്.